തീ പിടിച്ചവർ പ്രോഗ്രാമിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മളോട് തൻ്റെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞു വെച്ച ബ്രദർ സുനിൽ പന്നിയാർകുട്ടി ഇപ്പോൾ രാമപുരത്ത് താമസിക്കുന്നു, പാലായിൽ. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങളുടെ രണ്ടാം ഭാഗം, ജീവിതത്തിൽ ഒത്തിരിയേറെ കഷ്ടതകളും തകർച്ചകളും ഒക്കെ കടന്നു വന്നപ്പോൾ അതിനെ നേരിട്ടതും അതിജീവിച്ചതുമായിട്ടുള്ള ദൈവാനുഭവങ്ങൾ ഈ ആഴ്ചയിൽ നമ്മളോട് പങ്കുവയ്ക്കുന്നു. നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം. വളരെ സ്വാഗതം. ജീവിതത്തിൻ്റെ ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അങ്ങയുടെ ജീവിതത്തിൽ കുറേ പ്രതിസന്ധികളൊക്കെ കടന്നു വന്നു, അല്ലേ? അതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? കാരണം ഈ തുടക്ക സമയം എന്ന് പറഞ്ഞാൽ മീൻസ് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നവീകരണത്തിൽ വന്നു. പിന്നീട് ഇങ്ങനെ ഓട്ടമായിരുന്നു കർത്താവിന് വേണ്ടി. ഒരു ദിവസം അടങ്ങിയിരിക്കാതെയുള്ള ഓട്ടം, സാധിക്കുന്നത്രയും നന്മകൾ എല്ലാവർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ഒരാളുടെ ജീവിതത്തിൽ പിന്നീട് കുറേ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, കഷ്ടതകൾ അടിക്കടിയായിട്ട് ഇങ്ങനെ കടന്നു വരുന്നു. അതിൻ്റെയൊക്കെ തുടക്കം എങ്ങനെയായിരുന്നു? ഞാൻ 96-ലാണ് വിവാഹം. എൻ്റെ പേരും സുനിൽ, എൻ്റെ ഭാര്യയുടെ പേരും സുനിൽ എന്ന് തന്നെ. രണ്ടുപേരും സുനിൽ. അതെവിടെ നോക്കിച്ചു? അത് ദൈവം, അതാ ഞാൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ടാവും. അപ്പോൾ അതും സുനിലാണ്, ഞാനും സുനിൽ. അങ്ങനെയൊക്കെ വളരെ ഏറാണ്. സുനിൽ എന്ന് പേരുണ്ട്, സുനിൽ എന്ന് പേരില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെ ചെല്ലുമ്പോഴും, ഇപ്പൊ സർക്കാർ ഓഫീസിൽ ചെല്ലുമ്പോൾ അവര് വീണ്ടും അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരും പേരൊന്നാണ്. ഈ വിവാഹശേഷം ദൈവം ഒത്തിരി നന്മകൾ എനിക്ക് തന്നു, എല്ലാം തന്നു. പക്ഷേ പിന്നീട് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചേ, ഞാനൊരു തെറ്റായ വഴിക്ക് പോകും അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞങ്ങൾ 3 സഹോദരങ്ങളാണ്. 3 പേരും നന്നായിട്ട് കഷ്ടപ്പെടും, നന്നായിട്ട് ജോലി ചെയ്യും. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഈ ഭൗതികമായ നേട്ടങ്ങളിലേക്ക് ഒക്കെ പോകാനൊക്കെ ആയിട്ട് ശ്രമിച്ചു. ഈ ഏലത്തോട്ടം മേടിക്കുക, തെറ്റൊന്നുമല്ല. പക്ഷേ ഞാൻ അവിടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വിളി കിട്ടിയ വ്യക്തി അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. എന്നെ ദൈവം പഠിപ്പിച്ച ഒരു സത്യമാണ്. എനിക്ക് ദൈവം ഒരു വിളി തന്നിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് യോഗ്യമായ രീതി വേണം ഞാൻ മുന്നോട്ട് പോകാൻ. ഈ ഏലത്തോട്ടം മോശമല്ല. ഇപ്പം കർത്താവ് തന്നെ പറയുന്നില്ലേ, പിന്നെ വയലൊക്കെ നല്ലതാ, എല്ലാം നല്ലതാ. പക്ഷെ എന്നെ സംബന്ധിച്ച് അത് ചിലപ്പം നല്ലതാകണമെന്ന് നിർബന്ധമില്ല. അപ്പം അങ്ങനെയൊക്കെ വന്നു പോയി. അങ്ങനെ ഉണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, സംഭവിച്ചത് വണ്ടികളൊക്കെ, ഒരു ലോറി എന്ന് പറഞ്ഞാൽ ഈ 407 പോലെയുള്ളൂ, അത് നേരുമംഗലത്ത് വെച്ച് മറിയുന്നു. പിന്നെ ഈ വണ്ടി മേടിച്ചതിലൊക്കെ ഒത്തിരി നഷ്ടങ്ങൾ വന്നു. പിന്നെ ഈ ഏലത്തോട്ടങ്ങളൊക്കെ എടുത്തതിലൊക്കെ ഒത്തിരി ഇതൊക്കെ വന്ന് അങ്ങനെ മൊത്തത്തിലൊരു സാമ്പത്തിക ക്രൈസിസ് വന്നു. അങ്ങനെ ഒരുവിധം ഒത്തിരി സാമ്പത്തികമായ മെച്ചപ്പെട്ട ഒരു കുടുംബമായിരുന്നല്ലോ. അതെ, നിങ്ങൾക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ. അന്നേരം ഈ ഇതൊക്കെ പലിശയ്ക്കൊക്കെ മേടിച്ചപ്പോഴത്തേനും പലിശയ്ക്കൊക്കെ മേടിച്ചില്ലേ, അങ്ങനെ മൊത്തത്തിലൊരു സാമ്പത്തിക. ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മൾ ഈ നവീകരണ പ്രവർത്തനങ്ങളുമായിട്ട് ഇങ്ങനെ ഓടി നടക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഈ പലിശയ്ക്ക് എടുക്കേണ്ട സാഹചര്യങ്ങൾ വരിക, അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ നമുക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ലായിരുന്നു. ഇപ്പൊ ഈ പലിശയ്ക്ക് എടുക്കുന്നത് കൊടുക്കുന്ന പോലെ തന്നെ തെറ്റാണ് പലിശയ്ക്ക് മേടിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള കാരണം അതിങ്ങനെ ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ, കൂടുതൽ വണ്ടികൾ എടുത്തു, വണ്ടി മറിയുന്നു, തോട്ടങ്ങൾ എടുക്കുന്നു, അതൊക്കെ കടമൊക്കെയാണ്, കുറച്ചൊക്കെ പൈസ കൊടുത്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അപ്പൊ സത്യത്തിൽ ഇതൊന്നും ആവശ്യമുള്ള കാര്യമല്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം തരൂലോ. ആവശ്യത്തിന് ഇഷ്ടംപോലെ സ്വത്തുണ്ട്, എന്നിട്ടും പോയി ശാന്തംപാറ പോയി ഏലത്തോട്ടം എടുക്കുന്നു. അതിന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് പണിയാൻ പോകുന്നു. അപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ധ്യാനം അങ്ങനെയുള്ള കാര്യങ്ങളുടെ ടൈം നമ്മൾ എന്ത് ചെയ്തു? പണ്ടെന്ന് പറഞ്ഞാൽ ഒരേപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അന്നൊരു കുഴപ്പവും ഒരു പ്രശ്നവും ഇല്ല, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴാണ് ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷമാണ്. കല്യാണം ഉടനെയല്ല, പതുക്കെ ഏതാണ്ട് ഒരു 2000. സ്വാഭാവികമായിട്ട് നമ്മളൊരു കുടുംബജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുമ്പോൾ കുറച്ചുകൂടെ സാമ്പത്തികം ഉണ്ടാകണം. അതിന് കുറെ കൂടെ കൃഷി ചെയ്യണം, സ്ഥലങ്ങൾ വാങ്ങിക്കണം, അല്ല ബിസിനസ് ചെയ്യണം. അതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകാവുന്ന ചിന്തകളൊക്കെ ആണല്ലോ. അതിനെ നമുക്കൊരു തെറ്റൊന്നും പറയാൻ പറ്റില്ല. തെറ്റോ ശരിയല്ല ഇതിനകത്ത്. നമ്മൾ ധരിക്കുന്നത് അതൊരു വലിയ അപകടകരമായ ധാരണയാണ്. പാപം ചെയ്ത ഉടനെ അതായത് ചെല്ലു പറയല്ലേ, ഞാൻ തിന്മ ചെയ്തപ്പോൾ തന്നെ തകർച്ചയുണ്ട്. ദൈവം തകർക്കുന്നതല്ല, ഒരിക്കലും. ദൈവത്തിന് അങ്ങനെ തകർക്കാൻ പറ്റില്ല. കാരണം ഞാൻ അതുപോലെ തമ്പുരാൻ്റെ കൂടെ നടന്ന മനുഷ്യനല്ലേ. പക്ഷെ അത് എൻ്റെ വഴി മാറിപ്പോയതാണ്. ദൈവം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ വഴി ചേഞ്ച് ആയിപ്പോയി എന്ന് വെച്ചാൽ നമ്മൾ വ്യതിചലിച്ചു.
മറ്റേന്ന് പറഞ്ഞാൽ എനിക്ക് ആളുകൾക്ക് വേണ്ടി, ഒരു യൂത്തിന് വേണ്ടി ഓടുക, യുവജനങ്ങളെ രക്ഷിക്കാൻ ഓടുക, അല്ലെങ്കിൽ പ്രയോഗൂപ്പ്, ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുമ്പിൽ. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും എനിക്ക് ധ്യാനത്തിന് പോകാൻ സമയമില്ല, കാരണം തോട്ടത്തിൽ പോകണം. അങ്ങനെ പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇത് അപ്പൊ ശരിക്കും നമ്മൾ ആ ദൈവത്തിന്റെ കരുതലും പരിപാലനയിൽ നിന്നും നമ്മളൊന്ന് വ്യതിചലിച്ചതുള്ളൂ. വേറെ തെറ്റായ ഒരു വഴിക്കും പോയിട്ടില്ല. അപ്പൊ വ്യതിചലിച്ചപ്പോ ഉണ്ടായ പ്രശ്നങ്ങളാണ്. അത് ഒരു വലിയ നികത്താനാവാത്ത വിടവിലേക്ക് വന്നു. ഞാനിങ്ങനെ ഈ സാമ്പത്തിക ക്രൈസിൽ മുറുകി നിൽക്കുന്ന സമയത്ത്, വിറ്റാലും കടം തീരില്ല, അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതാണ് ദൈവം തക്ക സമയത്ത് ആളെ അയക്കും എന്ന് പറയുന്നത്. ജോർജ് കുന്നുംപുറം എന്ന് പറഞ്ഞൊരു ബ്രദറുണ്ട്. എൻ്റെ രണ്ടാമത്തെ വഴിത്തിരുവാമൻ ആ ബ്രദറാണ്. ഈ ബ്രദറിന് തോന്നുവാണ് എന്നെ വന്ന് കാണണം, എന്നെ വിളിക്കണം. അങ്ങനെ ബ്രദർ വിളിക്കുവാണ് എന്നെ, സുല്ലൊന്ന് വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ബ്രദറെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, ഞാനൊരു ധ്യാനം കൂടിയിട്ട് വീണ്ടും ഇങ്ങനെ വരാം. അങ്ങനെ പോയി ഞാൻ ധ്യാനിക്കുകയാണ്. ആ ധ്യാനം എന്നെ ഭയങ്കരമായിട്ട് വീണ്ടും ഒരു സ്പർശനം തരികയാണ്. സ്പർശനം എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഞാൻ ഈ സമ്പത്തൊക്കെ നഷ്ടപ്പെട്ടാലും ദൈവം എനിക്കുണ്ട്, തമ്പുരാനെ സ്നേഹിക്കുന്നു, ആ ഒരു ആഴപ്പെട്ട ബോധ്യം എനിക്ക് കിട്ടുമായത്. ആ ബോധ്യം വീട്ടിലൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ, എനിക്ക് എന്ത് ദൈവാനുഭവം കിട്ടിയാലും ഞാനത് പങ്കാളിയോട് പറയും, സുനിയോട് പറയും, വീട്ടിലും പറയും. അവരെല്ലാം അത് സ്വീകരിക്കും. അങ്ങനെ ഒരു മനസ്സുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ വന്നപ്പോൾ അതിനെ ഭാര്യയും ഒക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു? അവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ. എൻ്റെ പങ്കാളി എന്നെ പോലെ തന്നെ ധ്യാനം ഒന്നും കൂടിയിട്ടില്ല, ദൈവം എനിക്ക് ചേർത്ത് തന്നത് അവിടെയാണ്. എൻ്റെ ഭാര്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരിക്കലും ആകുലത ഞാൻ കണ്ടിട്ടില്ല. ഒരിക്കലും ഈ ഒരു സമ്പത്ത് പ്രശ്നമേ അല്ല. അതാണ് എനിക്ക് ഏറ്റവും ബലമായിട്ട് എന്നെ സ്പർശിച്ചിട്ടുള്ളത്. ഞാൻ ഇന്നും പരാതിയൊന്നും പറഞ്ഞിട്ടില്ല, ഇല്ല, റെസ്പെക്റ്റ് ചെയ്യും. ഞാൻ ഇന്നും ആ ബഹുമാനത്തോടെ ഭാര്യയെ കാണുള്ളൂ. എനിക്ക് അത്ര ഇഷ്ടമാണ്. അത്ര ഇഷ്ടമെന്ന് ഞാൻ ഉദ്ദേശിച്ചത്, പുള്ളിക്കാരത്തി ഒരു വാക്ക് പറഞ്ഞ് ഞാൻ അതിന് വില കൊടുക്കും. കാരണം എൻ്റെ ജീവിതത്തിലെ ഈ തകർച്ചയുടെയൊക്കെ സമയത്ത് എല്ലാ കാര്യങ്ങളും അവൾ ഭയങ്കരമായിട്ട്, അത് ചുമ്മാ കരഞ്ഞുകൊണ്ടോ വിഷമിച്ചുകൊണ്ടോ ഒന്നും അല്ല, സന്തോഷത്തോടെ സമാധാനത്തോടെ. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണോ ഈ വീടും സ്ഥലമൊക്കെ വിറ്റ് ഈ പന്നിയാർകുട്ടി ദേശത്ത് നിന്ന് ജനിച്ചു വളർന്ന ഇടവകയ്ക്ക് അവിടെ നിന്നെല്ലാം പോരാനുള്ള കാരണം എന്താ? ഈ കടം വീട്ടാൻ വേണ്ടി അതെല്ലാം വിറ്റു. അത് പിടിച്ചു നിൽക്കാനായിട്ട് പിന്നെ നോക്കിയില്ല. ചെല്ലെന്ത് ചെയ്യുന്ന വെച്ചാൽ പിടിച്ചു നിൽക്കാനുള്ള വഴികൾ തരും. കടമാണോ, വിറ്റേക്കാം, നാളെ എന്ത് ആകും എന്നൊരു ധാരണയുണ്ട്. അതിനു മുമ്പ് തന്നെ തമ്പുരാൻ്റെ ആ സ്നേഹം നമ്മൾ അനുഭവിച്ചായിരുന്നു. എനിക്കൊരിക്കലും ഒരു ഭാരം, അതിനെന്നെ ഏറ്റവും കൂടുതൽ പ്രേരിപ്പിച്ച, ഞാൻ പുസ്തകങ്ങൾ വായിക്കും. ബോബി അച്ഛൻ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ബോബി അച്ഛൻ്റെ ചില ആർട്ടിക്കിൾ എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. അതാണ് എന്നെ അന്ന് പിടിച്ചു നിർത്തിയത്. കാരണം സാമ്പത്തികമായിട്ട് തകർന്നപ്പം നവീകരണത്തിലുള്ള കുറേ പേരെങ്കിലും ചിന്തിച്ചു ഞാൻ എന്തോ വലിയ തെറ്റ് ചെയ്തു, ഇവൻ രഹസ്യത്തിൽ എന്തോ നമ്മൾ അങ്ങനെ ചിന്തിക്കുമല്ലോ, ആള് ശരിയല്ല. അപ്പം അതുകൊണ്ട് ആളുകൾക്ക് എന്നോടുള്ള അറ്റാച്ച്മെന്റ് താല്പര്യം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ വിളിക്കണ്ട, അങ്ങനെ ഒരു തലം ഉണ്ടായി. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടു. പക്ഷേ എനിക്കത് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഞാൻ ഈ ചാപ്പലിൽ പോയിരിക്കുമായിരുന്നു. അതാണ് എനിക്ക് ഈ ചെറുപ്പം തുടങ്ങി ഈശോയുടെ അടുത്തിരിക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും അതെ. ശരിക്കും ഈ പന്നിയാർകുട്ടി ദേശത്ത് നിന്ന് നാടും വീടും എല്ലാം വിട്ടു പോരുമ്പോൾ അതൊന്നും ഒരു വലിയ ദുഃഖമൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരു ദുഃഖവും തോന്നിയ. ഒന്നുമില്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അത് ദൈവം അന്ന് എനിക്ക് തന്ന ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾക്കൊക്കെ തന്ന ഒരു ഭയങ്കര ആത്മീയ നിറവാണ്. അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ട്. നിങ്ങളെല്ലാം കൂടെ എങ്ങോട്ടാ വന്നത്? കോതമംഗലത്തിന്. അവിടെ കോതമംഗലത്ത് വന്ന് വീടൊക്കെ വാങ്ങിച്ചാണോ? ഇല്ല, എൻ്റെ കൂടെ ശുശ്രൂഷ ജാക്സൺ ഉണ്ട്. ജാക്സനെ മറക്കാൻ പറ്റിയില്ല. ഈ ജാക്സൺ ഈ ഞങ്ങളുടെ ടീമിലെ കൗൺസിലിംഗ് നടത്തുന്ന ആളാണ്. എലഞ്ഞിക്കൽ എന്ന് പറയും ജാക്സനാണ് ഒരു വാടക വീട് എടുത്തു തരുന്നത്. അപ്പം ഞാനിങ്ങനെ ജാക്സനോട് പറഞ്ഞു, ജാക്സൺ ഇങ്ങനെ, ജോർജും ജാക്സനും ഇവർ രണ്ടുപേരാ ഇങ്ങനെ എല്ലാം വിറ്റു. അമ്മ ഒന്നും പേടിക്കണ്ട, അവനും അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരനാണ്, നീ എന്തിനാ പേടിക്കുന്നത്, നീ ഇങ്ങോട്ട് പോര്, ഇവിടെ ഇഷ്ടം പോലെ വാടക വീടുണ്ട്, നമുക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഇങ്ങോട്ട് പോരുമ്പോൾ ആരൊക്കെയുണ്ട്? സഹോദരന്മാർ രണ്ടുപേരും കൂടെ വന്നു? ഉണ്ട്. അവരും ഉണ്ട്. ഒരു സഹോദരൻ മാറിയായിരുന്നു, വേറെ മാറിയത്. ഒരു അനിയൻ കൂടെ ഉണ്ട്, അവൻ കല്യാണം കഴിച്ചിട്ടില്ല, അനിൽ എന്ന് പറയും, അവൻ എൻ്റെ കൂടെയുണ്ട്. അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും കൂടെ കോതമംഗലത്ത് ഒരു വാടക വീട്ടിലേക്ക് വരിക. അമ്മയുടെ തുടർന്ന് എങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത ഒന്നുമില്ല.
അങ്ങനെ അതാണ് മാർഗ്ഗമില്ല. ഒരു മാർഗവും കയ്യിൽ ഇല്ല. 10 പൈസയില്ല. ഇല്ല. ഈ സ്ഥലം മുഴുവൻ വിറ്റു. വിറ്റു. എന്നിട്ട് കടം വീടിയായിരുന്നു, മൊത്തം വിറ്റിട്ട് വീടിയായിരുന്നു. ഇല്ലില്ല, വീടിയില്ല. എന്നിട്ടും വീടിയില്ലായിരുന്നു. കുറച്ച് പൈസ പിന്നെ അതൊക്കെ ദൈവം ഇടപെട്ട് വീടുവാ ചെയ്തത്. അങ്ങനെ വാടക വീട്ടിലേക്ക് വരുക, വരുക, ഒന്നുമില്ലാതെ. അപ്പൊ ഒരു ആകുല ചിന്തയില്ല, ഒന്നുമില്ല. അതാ ഞാൻ ഇപ്പോഴും തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കത് എങ്ങനെ കടന്നുപോയെന്ന് എനിക്കറിയില്ല. അതെൻ്റെ വൈഫിനും ഇല്ല, ഒരിക്കലും ഇല്ല. ഇത്രയും പേരല്ല. എൻ്റെ വീട്ടിൽ 24 വർഷം ഒരു പെണ്ണുണ്ടായിരുന്നു, റോസമ്മ എന്ന് പറയും, മരിച്ചുപോയി. അത് മാനസിക രോഗമുള്ളൊരു സ്ത്രീയാണ്. എൻ്റെ അമ്മ ഈ ടൗണിൽ നിന്ന് മാനസിക രോഗികളെ അന്നൊക്കെ അങ്ങനെ കൂട്ടിക്കൊണ്ടുവന്ന, അങ്ങനെ ഇത് ടൗണിൽ നിന്ന് കൊണ്ടുവന്നല്ല, ചേലച്ചോടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. നമ്മുടെ വീട്ടിലുണ്ട്, അതുണ്ട്. മരിച്ചുപോയി, കൊറോണയ്ക്ക് മുമ്പ് മരിച്ചുപോയി. അപ്പം അവളുണ്ട് വീട്ടിൽ. ഇത്രയും പേരെയും കൂട്ടിക്കൊണ്ടാ ഈ വാടക വീട്ടിലേക്ക് വരുന്നത്. അതിനുള്ള സൗകര്യമൊക്കെയുള്ള വീടായിരുന്നു? ഓ ഇല്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് വീടൊന്നും സൗകര്യം അല്ലല്ലോ, നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തലചായ്ച്ചാൽ മതി. അവസ്ഥയിലേക്ക് വന്നിരുന്നു. പിന്നെ ദൈവം എനിക്ക് കൃപ തന്നത് അത് ഞങ്ങൾക്കൊക്കെ തന്നു, ഏത് സാഹചര്യത്തെയും സ്വീകരിക്കാനുള്ള ഒരു ബലം തന്നു എല്ലാവർക്കും. അതുകൊണ്ട് ഞങ്ങൾ താമസിച്ച വീടൊക്കെ ഇന്ന് പോയി കണ്ട അവിടെ എങ്ങനെ നിങ്ങൾ താമസിച്ചെന്ന് ചോദിക്കും. പക്ഷെ ഞങ്ങൾക്ക് ഒരിക്കലും അത് മോശമാണെന്ന് ഞങ്ങൾക്ക് അന്ന് തോന്നിയിട്ടില്ല. അന്നും തോന്നിയിട്ടില്ല, ഇപ്പോഴും അങ്ങനെ തോന്നിയിട്ടില്ല. ചെല്ലു പറയണേ, നിങ്ങൾ ഈ വീട്ടിൽ എങ്ങനെ കിടന്നു, അല്ലെ എങ്ങനെ താമസിക്കും? എത്ര വർഷം കോതമംഗലത്ത് താമസിച്ചു? ഏകദേശം 2000 വന്നു. 98, 99 കാലഘട്ടങ്ങളിൽ വന്നു. ഒരു ഇപ്പോൾ രാമപുരത്ത് വന്നിട്ട് 8-9 വർഷമായി. അതുവരെ കോതമംഗലത്താണ് താമസിച്ചത്. ഏതാണ്ട് ഒരു 15 വർഷത്തോളം വാടകയ്ക്ക് താമസിച്ചു. അപ്പോൾ ആ സമയത്തൊന്നും ഈ ശുശ്രൂഷ രംഗത്തുള്ളവരൊക്കെ സഹായിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഒന്ന് കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തില്ല? അങ്ങനെ എന്നെ ഹെൽപ്പ് ചെയ്ത് അവിടെയാണ് എനിക്ക് ദൈവം തന്ന വലിയൊരു അനുഗ്രഹം. എല്ലാവരാലും നമ്മൾ ഉപേക്ഷിക്കപ്പെട്ട് ശുശ്രൂഷയൊന്നും ഇല്ലായിരുന്നു ആ സമയത്ത്? ഇല്ല. അപ്പോൾ ശരിക്കും ആ സമയത്ത് എങ്ങനെയാ പിന്നെ ജീവിതമൊക്കെ മുന്നോട്ട്? എന്തെങ്കിലുമൊക്കെ ജോലിക്ക് പോവും, എങ്ങനെയല്ലോ. ഞങ്ങള് കൂലിപ്പണിക്ക് പോയിട്ടില്ല. അല്ലാതെ ഈ പശുക്കളെ, വീട്ടിൽ ഒത്തിരി പശുക്കളുണ്ടായിരുന്നു, അത് കോതമംഗലത്ത് കൊണ്ടുവന്ന് ഒരു തൊഴുത്ത് വാടകയ്ക്ക് എടുത്ത് കെട്ടി അതുകൊണ്ട് കറന്നു കൊടുക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ജോലിക്ക് ഒക്കെ പോകും. ഇടയ്ക്ക് കുട്ടികളുടെ ധ്യാനത്തിന് പോകും. കൂലിപ്പണിക്ക് അങ്ങനെ പോയിട്ടില്ല. എന്തെങ്കിലും ദൈവം അത് അങ്ങനെ ഞാൻ അവിടെയാണ് കാണുന്നത്. ദൈവം എപ്പോഴും നമ്മളെ അങ്ങനെ ഒരു സംരക്ഷണം കാര്യങ്ങളൊക്കെ നടന്നു പോകും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ വാടക കൊടുക്കണം. അപ്പം ഈ ജാക്സൺ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അവൻ ഈ ഗ്യാസിൻ്റെയൊക്കെ പരിപാടിയുണ്ട്, ആ കൂട്ടത്തിൽ വിളിച്ചുകൊണ്ട് പോകും. എന്നിട്ട് എൻ്റെ പോക്കറ്റിൽ 100 രൂപ ഇട്ട് തരും, ഭക്ഷണം മേടിച്ച് തരും. അപ്പോൾ പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് നമ്മൾ ഒരേ ദിവസത്തെ സാധനങ്ങളെ മേടിക്കുള്ളൂ. നാളത്തേന് അതെന്നെ ബോബിയച്ചനെ പഠിപ്പിച്ചത്. ബോബിയച്ചൻ ആദ്യം ഞാൻ ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ധ്യാനം കൂടുന്നതിന് മുമ്പ് തന്നെ അച്ഛൻ്റെ ബുക്കിലുണ്ട് ഈ ശേഖരിക്കരുത്. അപ്പം അത് ഞാൻ ഭാര്യയോടും പറഞ്ഞു കൊടുത്തു. അതെന്നെ കർത്താവ് പഠിപ്പിച്ചു. ഞാൻ അഹമ്മദാബാദ് ധ്യാനത്തിന് പോവാ. എന്നെ നരിതൂക്കിലച്ഛൻ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുള്ളൊരു അച്ഛനാണ്. ഇപ്പം മുരിക്കാശ്ശേരി ഇടവകയിലേക്ക് അച്ഛൻ ഞാൻ കൊണ്ട് പോവാണ്. ചുരുക്കി പറയാം, അവിടെ ചെന്ന് ധ്യാനത്തിൻ്റെ 2ാമത്തെ ദിവസം ജേക്കബ് ചേട്ടൻ, ഒരു സാറാണ്, എൻ്റെ അടുത്ത് വന്നു. അങ്ങനെ എന്നോട് ചോദിച്ചു, നിനക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലേ? എന്നെ കണ്ടപ്പോൾ തോന്നിയിട്ട് കാണും. ഞാൻ പറഞ്ഞില്ല സാറേ, ദൈവം പോറ്റുന്നുണ്ട്. പെട്ടെന്ന് അയാൾ ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, നിനക്ക് അല്പം പണം തരാനാണ് വന്നത്. ആദ്യമായിട്ടാണ് ഒരാൾ എനിക്ക് പണം തരാമെന്ന് പറയുന്നത്. അപ്പം ഞാനോർത്ത് 500 1000 വല്ലതും ആയിരിക്കും. അന്ന് 500 എന്ന് പറഞ്ഞാൽ വലിയ സംഖ്യയാണ്. പക്ഷേ ഈ മനുഷ്യനെ എടുത്തു വെച്ചത്, വായു തുറന്നിട്ട് ഒരു കെട്ട എടുത്തു വെച്ചത്. എൻ്റെ വിശ്വാസം 50,000 രൂപയെങ്കിലും കാണും. ഞാൻ പറഞ്ഞു, സാറേ പൈസ വേണ്ട, പൈസയ്ക്കല്ല വന്നത്, എനിക്ക് ഇവിടുന്ന് വണ്ടിക്കൂലി കിട്ടും. ഇത്രയും പണം എടുത്തു വെച്ചോണ്ടാണ് കേട്ടോ. ഞാൻ ഒരാളോട് 500 രൂപ കൈവായ്പ മേടിച്ചിട്ടാണ് ട്രെയിൻ കയറിയേക്കുന്നത്. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടാണ്. ആ മനുഷ്യനോട് ദൈവം പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു, ദൈവം പറഞ്ഞിട്ടാണെങ്കിൽ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചിട്ട് ഞാൻ നാളെ പറയാം. ഈ മനുഷ്യനെ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ എന്നോട് എപ്പോൾ വരണം? അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു, എന്നോട് ചോദിക്കും എപ്പോൾ വരണം? ഞാൻ 4 മണിയാകുമ്പോൾ വന്നാൽ മതി. പോയി. എനിക്ക് അതുവരെ സ്വസ്ഥത ഉണ്ടായിരുന്നു, എൻ്റെ സ്വസ്ഥത പോയി. അതാണ് സത്യം. ഇത് മേടിക്കണോ വേണ്ടയോ? അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ പറയും മേടിച്ചോളാൻ പറയും. കാരണം ഈ അച്ഛൻ എൻ്റെ പോക്കറ്റിൽ എപ്പോഴും ഇട്ട് തരുന്ന, സാരമില്ല നമ്മൾ എന്നെ ആശ്വസിപ്പിക്കുന്ന അച്ഛനാണ്. അപ്പം അന്ന് വൈകിട്ട് ഞാൻ കിടന്നുറങ്ങി. അവിടെ വെച്ചിട്ടാണ് എൻ്റെ അടുത്ത ദൈവാനുഭവം. രാത്രിയിൽ അച്ഛൻ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ട്, ഞാൻ ഇപ്പുറത്തെ കട്ടിലേൽ. വെളുപ്പിന് 3 മണിയായപ്പോൾ കർത്താവ് വിളിച്ചെഴുന്നേൽപ്പിച്ചെന്നെ. ഞാൻ ഈ കസേരയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പം എനിക്കൊരു വലിയ ഒരു സ്പിരിച്വൽ ഒരു കൃപ ദൈവം തരുക. 3 കാഴ്ച ദൈവം കാണിച്ചു തന്നു ദർശനത്തിൽ. ആദ്യം കണ്ട കാഴ്ച, ഒരു മുറി നിറയെ 500-ൻ്റെയും 100-ൻ്റെയും നോട്ടുകൾ ഇങ്ങനെ അടുങ്ങിക്കിടക്കുക. ഒരു പെണ്ണ് ചൂലുകൊണ്ട് ഈ പണം അടിക്കുന്നു.
അപ്പം ഞാൻ തമ്പുരാനോട് ചെയ്ത് എന്താ കർത്താവ്? അപ്പം എന്നോട് ദൈവം ആദ്യം ചോദിച്ച ചോദ്യമുണ്ട്, അടിച്ചു കൂട്ടുന്ന എന്നതാ? ഞാൻ പറഞ്ഞു ചവറാണ്. എൻ്റെ തമ്പുരാൻ എന്നോട് ആദ്യം പറഞ്ഞു തന്നു, മോനെ പണം ചവറാടാ, പണം ചവറാ. ശരിക്കും പണം ചവറാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? പണത്തോടുള്ള നമ്മുടെ അതിമോഹമല്ല ചവറായിട്ട് മാറും. പണം നമുക്ക് എത്രയോ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം. അതെ, അത് കറക്റ്റാണ്. പണം നല്ലതാണ്. എന്നോട് ഇതുപോലെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നോട് ദൈവം അന്ന് പറഞ്ഞു തന്നു പണം ചവറാണ്. അപ്പം ഞാനും പറഞ്ഞു പണം ചവറാണ്. രണ്ടാമത് ഞാൻ കണ്ട എൻ്റെ മൂത്ത മോള് മരിച്ചു, പെട്ടി കിടക്കുക, കുഞ്ഞി കൊച്ചാ അത്. അപ്പം ഞാനടുത്ത് മരിച്ചു പോകുന്നു. അപ്പം ഞാൻ കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നീ ഇതിനെ എടുക്കുവാണ്? അപ്പോൾ ദൈവം പറഞ്ഞു, അത് നിൻ്റേതല്ല, അത് എൻ്റേതാണ്. ഞാൻ ഈ കോതമംഗലത്ത് വന്നതിന് ശേഷം ഈ സാമ്പത്തികമായിട്ട് തകർന്നപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞിട്ടുണ്ട്. കരഞ്ഞെന്ന് ഞാൻ അവരെ കാങ്കയല്ല, എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയിട്ടുണ്ട്. ഇതുങ്ങളെങ്ങനെ വളർത്തും? ആ വേദന ദൈവം എടുത്തു മാറ്റിയതാണ്. അതിൽ പിന്നെ ഞാൻ എൻ്റെ മക്കളെ ഓർത്തിട്ടില്ല. മൂന്നാമത് കണ്ട് ഞാൻ തിന്മയുടെ ഒരു തല, ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. 3 കാഴ്ച കാണുന്നു, നേരം വെളുത്തു. 8 മണിയായപ്പോൾ അച്ഛൻ പറഞ്ഞ് കൗൺസിലിങ്ങിന് പോയിരിക്കാൻ. ആദ്യത്തെ ഫാമിലി വന്നു, അവർ പ്രാർത്ഥിച്ചു, അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പോൾ അവിടേക്കുള്ളൊരു പ്രത്യേകത, നമ്മളൊരാൾക്ക് കൗൺസിലിംഗ് ഒക്കെ ശുശ്രൂഷ ചെയ്താൽ അവരതിൻ്റെ നമ്മുടെ ടൈം അത്രയും എടുത്താണല്ലോ. അപ്പോൾ അവർ ലിംഗം തരും. അവരെന്നോട് ഞാൻ ഇച്ചിരി ദശാംശം കൊണ്ടുവന്നുണ്ട് ബ്രദറിന് തരാനാണ്. ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച പോകുമ്പോൾ തന്നാൽ മതി, 5000 രൂപ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞു. പോകുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. പോയി. അടുത്ത ഫാമിലി വന്നപ്പോൾ ഇതുപോലെ പറഞ്ഞു. 2 പേര് പറഞ്ഞപ്പോൾ ഈ തലേ ദിവസം അടിച്ചു കൂട്ടിയ കാഴ്ച എൻ്റെ മനസ്സിലേക്ക് വന്നു. അപ്പം ഞാൻ അന്നേരം എഴുന്നേറ്റ് ചാപ്പലിൽ പോയി. അവിടെ ഇരുന്നപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് കർത്താവ് ബോധ്യം തന്നു, ഇതാ ചവറെന്ന് പറഞ്ഞത്. കറക്റ്റ് 4 മണിയായിപ്പോൾ ജയിക്കപ്പേട്ടം വന്നു. വന്നതേ ആ മനുഷ്യനോട് ചോദിച്ചു, നീ പ്രാർത്ഥിച്ചോ? എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു വാങ്ങിക്കരുതെന്ന്. അവിടെ വെച്ചാണ് ദൈവം എന്നെ പഠിപ്പിക്കുന്നത്. ഈ പണം ചവറെന്ന് പറഞ്ഞാൽ പണം ചവറല്ല, പക്ഷെ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിലെപ്പോഴും രക്ഷപ്പെടണം. ഈ വാടക വീട്ടിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം. അവിടെ വെച്ച് തമ്പുരാൻ എന്നോട് പറഞ്ഞു തന്നു, നിന്നെ ഞാനൊരു വാടക വീട്ടിൽ ആക്കിയിരിക്കുന്നതാണെങ്കിൽ ഞാൻ പറയാതെ അവിടം വിട്ട് പോകരുത്. അവിടെ വെച്ചിട്ടാണ് ഞാൻ ആ വീട് സ്വീകരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ കൃപ എന്നറിയോ? പിന്നീടുള്ള ഒരു കാലഘട്ടത്തിലും ഞാൻ കിടക്കുന്നത് വാടക വീടാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സാഹചര്യം മാറിയില്ലെങ്കിലും സാഹചര്യത്തോടുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരും. പിന്നെ ഒരിക്കലും എനിക്ക് രണ്ടാമത് എല്ലാവരും വീടിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. വീടുണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ആ വീട് സ്വീകരിച്ചു. രണ്ടാമത് പണം ചവറെന്ന് പറഞ്ഞത്, ഞാൻ അവിടെ ചെല്ലുന്നതോടം വരെ മക്കളോടും ഭാര്യയോടും പണം ശേഖരിക്കണമെന്ന് പറയുമായിരുന്നു. പണം സൂക്ഷിക്കണം. അന്ന് എന്നെ കർത്താവ് പഠിപ്പിച്ചു, പണം സൂക്ഷിക്കാൻ പാടില്ല. ഇതുവരെ ഞങ്ങൾ പണം സൂക്ഷിച്ചിട്ടില്ല. 2 പേരും സൂക്ഷിക്കുകയില്ല. ഞങ്ങൾക്ക് തമ്പുരാൻ തരും. ഇഷ്ടംപോലെ പൈസ തന്നിട്ടുണ്ട് ആളുകൾ എൻ്റെ കയ്യിൽ ഓരോ കാര്യങ്ങൾക്കായിട്ട്. ഞാൻ ഇന്ന് വരെ അത് എൻ്റെ ഒരു കാര്യത്തിനായിട്ട് ഞാൻ എടുക്കത്തില്ല. അത് കൃത്യമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കും. ഇനി എനിക്ക് തരുന്ന പണവും ഞാൻ അങ്ങനെ കൊടുക്കാം. ഞങ്ങൾ 2 പേരും ശേഖരിക്കില്ല. ഇപ്പോഴും ഞങ്ങളുടെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. അന്നത്തെ അപ്പം, അന്നത്തെ ഭക്ഷണം. അപ്പോൾ ചോദിക്കും മിച്ചം ആവശ്യത്തിനെടുക്കും ഞങ്ങൾ. ഞാൻ 2 മക്കളെ അങ്ങനെയാണ് പഠിപ്പിച്ചേക്കുന്നത്. ഇനി ഒരു കാര്യം പറയട്ടെ, അതിൽ പിന്നെ ഇന്ന് വരെ ദൈവം ഈ പോക്കറ്റിൽ നിന്ന് ഒരിക്കൽ പോലും കുറവ് വരുത്തിയിട്ടില്ല. ഈ കോതമംഗലത്തെ വാടക വീട്ടിൽ നിന്ന് പിന്നീട് അങ്ങോട്ടാണ് മാറിയത്. പിന്നീട് അതാണ് വേറെ സംഭവം. ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഓരോ കാലഘട്ടത്തിലും ദൈവം ഓരോ പ്രവാചകരെ അയച്ചു തരും. മറ്റത്തിലച്ഛൻ, കുര്യൻ മറ്റം, എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളാണ് കുര്യൻ മറ്റം അച്ഛൻ. അച്ഛൻ കാരണമാണ് ഞാൻ പാലായി വരാൻ കാരണം. അച്ഛനെ ഈ സമയം ഞാൻ പ്രാർത്ഥനയോടെ ഓർക്കുക. എൻ്റെ ഒരു സുഹൃത്താണ് അച്ഛനോട് എന്ന് പറയുന്നത്, യുവജനങ്ങളെ ധ്യാനിപ്പിക്കുന്ന ഒരു ധ്യാനഗുരുവുണ്ട്. അങ്ങനെ അച്ഛൻ എന്നെ വിളിക്കുകയാണ്. അച്ഛനൊരു കുറച്ച് നാൾ മൂഴൂർ ഇടവകയിലിരുന്ന സമയത്ത്, കുറച്ച് നാൾ 6 മാസമേ ഉള്ളൂ, ഞാൻ അവിടെ വെച്ച് ധ്യാനം നടത്തുകയാണ് യുവജനങ്ങൾക്ക്. അച്ഛൻ ആ ധ്യാനത്തിൽ പൂർണ്ണമായിട്ടും പങ്കെടുത്തു. അച്ഛനൊരു വിശുദ്ധനായ വൈദികനാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായി. അച്ഛനാണ് എന്നെ ചേർത്ത് പിടിക്കുന്നതും ഒക്കെ. അപ്പോൾ എൻ്റെ കൂടപ്പുറപ്പ് പോലെ അച്ഛൻ എന്നെ കാണുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പാലാ രൂപതയുടെ കരിസ്മാറ്റിക്കിൻ്റെ ഡയറക്ടർ ആകുവാണ്. അങ്ങനെയാണ് ഞാൻ പാലായി വരാൻ കാരണം. അപ്പോൾ അച്ഛൻ എന്നോട് പറയുകയാണ്, പാലായി വന്നൊരു ദമ്പതി ധ്യാനം നടത്തണം. അപ്പം ഞാൻ പറഞ്ഞ അച്ഛൻ, ഞാൻ ദമ്പതി ധ്യാനം നടത്തിയിട്ടില്ല, എനിക്ക് ആകെപ്പാടെ അറിയാവുന്ന യുവജന ധ്യാനമാണ്. അപ്പം അച്ഛൻ പറഞ്ഞു, താൻ മൂഴൂര് ധ്യാനിപ്പിച്ചല്ല, അത് ഞാൻ കേട്ടതാ. അപ്പോൾ ഇവിടെ നടത്തുമ്പോൾ അത് ദമ്പതി ധ്യാനം എന്ന് ഇടയ്ക്ക് അത് പറഞ്ഞാൽ മതി, എന്നിട്ട് അത് ദമ്പതി ധ്യാനം എന്ന് പറഞ്ഞാൽ എന്തായിക്കോളും, അത് ദമ്പതി. അങ്ങനെയാണ് ഞാൻ ചെല്ലുന്നത്. ആ ധ്യാനം ഭയങ്കരമായിട്ട് ദൈവം ഇടപെട്ടു. അങ്ങനെയാണ് ഞാൻ ഈ ഭരണജ്ഞാനം ഫൊറോനപ്പള്ളിയിൽ ധ്യാനിപ്പിക്കുന്നത്. ആ ധ്യാനത്തിലാണ് കപ്പൂച്ചനച്ചന്മാർ കുമ്പസാരിപ്പിക്കാൻ വരുന്നത്. അതിൽ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ തോമസ് കാഞ്ഞിരക്കോണം മുറി അച്ഛൻ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരാളാണ്. അച്ഛനാണ് അസീസിയിലേക്ക് വിളിക്കുന്നത്. അച്ഛനെ കണ്ടുമുട്ടിയതും ഈ മറ്റത്തിലച്ഛനെ കണ്ടുമുട്ടിയതുമാണ്
ജീവിതത്തിൻ്റെ വഴിത്തിരിവായി മാറിയത്. ഇവരിലൂടെ എങ്ങനെയാണ് ഈ രാമപുരത്തേക്ക് എത്തിപ്പെട്ടത്? അവിടെയാണ് ഞാൻ ഈ അപ്പം അന്ന് മറ്റത്തിലച്ഛൻ എന്ത് വെച്ചാൽ ഈ ലാലംപള്ളിയിലാണ് ആദ്യം പല ആ ധ്യാനം വലിയ വിജയമായപ്പം അച്ഛനെല്ലാം ഫൊറോന പള്ളികളിലും ധ്യാനം വെച്ച്. അങ്ങനെയാണ് രാമപുരത്ത് ഞാൻ വരുന്നത്. അവിടെ വെച്ചാണ് ബിനോയ് എന്ന് പറയും, കുഞ്ഞച്ചൻ മിഷണറി ഭവൻ, ബിനോയ് ഊടുപുഴ എന്ന് പറയും. ബിനോയ് ഒരു വലിയ ശുശ്രൂഷകനാണ്. ഈ മാനസിക അസുഖമുള്ളവരെ നോക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. 9 മക്കളുണ്ട്. ഇപ്പം ബിനോയ് ഞാനൊക്കെ ഞങ്ങളൊരു കൂട്ടായ്മ, ഞങ്ങൾക്കൊരു സെല്ലുണ്ട്, അതിൻ്റെ ഒരു ഭാഗമാണ് ബിനോയ്. ഈ ബിനോയിയെ കണ്ടുമുട്ടിയതാണ് വേറൊരു വഴിത്തിരിവാകുന്നത്. അപ്പോൾ ബിനോയ് ഈ ധ്യാനത്തിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്തു. അവിടെ വെച്ച് ബിനോയ് അവിടെ റോസറി ഗ്രാമം ഉണ്ടാക്കിയിട്ടുണ്ട്, റോസറി വില്ല എന്ന് പറയും. കുഞ്ഞച്ചൻ ആദ്യം മാമോദീസ കൊടുത്ത് താമസിപ്പിച്ച സ്ഥലമാണ്. ഇപ്പോഴും ഉണ്ട് അവിടെ, അത് ഗ്രോട്ടോയൊക്കെ ഉണ്ട്. അതെല്ലാം ബിനോയ് വഴി വന്ന ദൈവം ക്രമപ്പെടുത്തിയതാണ്. അപ്പോൾ അതിനകത്തൊരു ഫ്ലോട്ട് ബിനോയ് നമുക്ക് തരുവാണ്. ഞാൻ കുറച്ച് പൈസ കൊടുത്തു, എന്നാലും ബിനോയ് അത് ക്രമപ്പെടുത്തി തന്നു. അങ്ങനെയാണ് വീട് ഒരുക്കുന്നത്. വീടിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കാഞ്ഞിരക്കോണം അച്ഛനാണ്, തോമസ് അച്ഛൻ. അച്ഛനാണ് എന്നോട് ആദ്യം ആയിട്ട് ചോദിക്കുന്നത്, തനിക്കൊരു വീട് വേണ്ടേ എന്ന് ചോദിക്കുന്ന അച്ഛനാണ്. ഞാനൊരിക്കൽ പോലും വീടെൻ്റെ മനസ്സിലില്ലായിരുന്നു. ഞാൻ ഓർത്തിരുന്ന് മരണം വരം വാടക വീട്ടിൽ, അത് കഴിയുമ്പോൾ മക്കൾക്ക് ജോലിയൊക്കെ ആവും, അന്നായിരിക്കും വീടെന്ന്. എനിക്ക് എത്ര മക്കളാണ്? എനിക്ക് 2 പെൺമക്കളാണ്. അവർക്ക് ഇപ്പം എന്ത് ചെയ്യുന്നു? മൂത്ത മോള്, മക്കള് എല്ലാവരും നന്നായിട്ട് പഠിക്കും. മൂത്ത മോള് പാലാ രൂപതയുടെ പ്രതിഭയായിരുന്നു ഒരു വർഷം. അവൾ അത് കഴിഞ്ഞിട്ട് സ്റ്റെല്ല മേരിസ് എന്ന് പറഞ്ഞ കോളേജിൽ ലിറ്ററേച്ചർ എടുത്തു. ഇപ്പോൾ UK MSW പഠിക്കുന്നു. രണ്ടാമത്തെ മോള് SRM എന്ന് പറഞ്ഞ കോളേജിൽ ചെന്നൈയിൽ, അവിടെയാണ് അവൾ പഠിച്ചത്. അവൾ ഫിസിക്സ് ആയിരുന്നു. അതിനുശേഷം ഇപ്പം അവൾക്ക് ഇവിടെ ജർമ്മനിയിൽ കൊളോൺ എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റിയിൽ അവിടെ അങ്ങേക്ക് 10ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ളെങ്കിലും മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം കിട്ടി. അതെ, അങ്ങയുടെ ഭാര്യ നല്ല വിദ്യാഭ്യാസം. അതെ, MA BEd. ഇപ്പൊ അവിടെ ചാവറയിൽ പഠിപ്പിക്കുന്നു. ഇവിടെ രാമപുരത്ത് അമനകര ചാവറയിൽ പഠിപ്പിക്കുന്നു. അപ്പം ദൈവം അതെല്ലാം ക്രമീകരിച്ച് കൊണ്ടുവന്നു. പിന്നെ ഓരോ കാലഘട്ടത്തിലും ദൈവം ആ സമയത്ത് ദൈവം എനിക്ക് വേണ്ട ആളെ ക്രമപ്പെടുത്തി തരുക. അങ്ങ് ഈ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഈ വിശുദ്ധ നാടുകളിലൊക്കെ പോയ അനുഭവങ്ങളൊക്കെ ഇങ്ങനെ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പേർക്ക് വളരെ രസകരമായ രീതിയിൽ അങ്ങ് പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അതേക്കുറിച്ചൊന്ന് പറയാം. മറ്റത്തിലച്ചൻ വഴിയാണ് ഞാൻ ആദ്യം. അതിനകത്ത് ഈ ശ്രാമ്പിക്കൽ തങ്കച്ചൻ ചേട്ടൻ എന്ന് പറയും, ഞങ്ങളുടെ അന്ന് ഷാലോമിലെ കരിസ്മാറ്റിക്കിൻ്റെ സെക്രട്ടറിയൊക്കെയാണ്. ഈ തങ്കച്ചൻ ചേട്ടൻ എന്നെ ഒരുപാട്, എൻ്റെ ഒരു ചേട്ടനാണ് ഇപ്പോഴും. അത് ചേട്ടൻ തങ്കച്ചൻ ചേട്ടൻ ഒത്തിരി എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. തങ്കച്ചേട്ടനൊക്കെ കാരണമാണ് ഈ വീടൊക്കെ ഒരുക്കപ്പെടാൻ കാരണം പുള്ളിയാണ്. പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കൊരു വീടുണ്ടാകും. അപ്പോൾ അങ്ങനെ തങ്കച്ചേട്ടൻ വഴിയാണ്, മറ്റത്തിലച്ചൻ വഴിയാണ് ഞാൻ ആദ്യം വിശുദ്ധ നാടും, എൻ്റെ ആദ്യത്തെ വിദേശയാത്ര അവിടെയാണ്. അപ്പോൾ അന്നൊക്കെ പോയപ്പോൾ ഒത്തിരി രസകരം. സത്യം പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നു, എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ, എൻ്റെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ്, ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ് എപ്പോഴും കാണും. ദൈവം എന്നെ എവിടെ ചെല്ലുമ്പോഴും ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പ്. കാരണം ഞാൻ, എന്നെ സംബന്ധിച്ച് വേറൊന്നും എൻ്റെ കയ്യിലില്ല, പക്ഷെ ഒരിക്കലും ഒരു കുറവില്ലാതെ എനിക്ക് പോകാൻ ദൈവം കൃപ തന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ധ്യാന ശുശ്രൂഷകളുമായിട്ട് മറ്റ് പല രാജ്യങ്ങളിലും പോകാൻ സാധിച്ചു. ഒത്തിരി, കൂടുതലും ഗൾഫൊക്കെയാണ്. അയർലൻഡിന് പോകാനിരുന്നപ്പോഴാണ് കൊറോണ വന്നത്. അയർലൻഡിൽ എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചിട്ടുള്ള ഗൾഫ് യാത്രകളാണ്. മരുഭൂമിയിലെ മക്കളെ എനിക്കിപ്പോഴും അവരോട് ഭയങ്കര, അവിടെയുള്ള ക്യാമ്പുകളിലൊക്കെ പോയി അവരോട് സുവിശേഷം പറഞ്ഞിട്ടുണ്ടല്ലേ. എന്നെ ആദ്യം വിളിക്കുന്നത് ഷാർജ പള്ളിയിൽ നിന്നാണ്. അന്ന് മൈക്കിൾ അച്ഛനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. അച്ഛൻ അവിടെ അന്ന് ജസ്റ്റിൻ, ജോളി, ഒരു ടോം, റീനയെ മറക്കിയല്ല. കാരണം റീനയാണ് എന്നെ ഈ ജയിലിലൊക്കെ കൊണ്ടുപോയി. ഞാൻ ജയിലിൽ പോയി, അവിടെ കിടന്നവരോട് സുവിശേഷം പറയാനുള്ള ദൈവ അനുഗ്രഹം കിട്ടി. എനിക്ക് കിട്ടിയ വേറൊരു മിറക്കിൾ, ഒരു ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ഞാൻ കണ്ടുമുട്ടിയവരൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ ഷാർജ ജയിലിൽ പോകുമ്പോൾ അവിടെ 25 വർഷമാണ് അവൻ്റെ ശിക്ഷാവിധി. അപ്പോൾ ഈ റീനയൊക്കെ പോയി റീനയുടെയൊക്കെ പ്രത്യേകത, അവർ ജയിലുള്ളിൽ പോയി വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കും. ശരിക്കും പിന്നെ ഗൾഫിലെ കരിസ്മാറ്റിക്കായിരുന്നു ഇവിടത്തെ പോലെയല്ല. അവർ ഭയങ്കര തീഷ്ണത. അപ്പോൾ തന്നെ എന്തും കൊടുക്കും അവർ. പണം വേണ്ടവർക്ക് പണം, വീട്, എന്തും ചെയ്യും അവർ. ഞാൻ അതുപോലെ ഈ റീനയൊക്കെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ് റീന, ഒരു ജസ്റ്റിൻ, ഒരു ജോളി. അവരൊക്കെ അവിടെ ജയിലുകളിൽ, ക്യാമ്പുകളിലൊക്കെ സുവിശേഷം പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്നെ ഒത്തിരി അവർ സ്നേഹിച്ചിട്ടുണ്ട്.
അപ്പം അങ്ങനെ ഗൾഫിലൊക്കെ പോകുമ്പം ചിലർക്ക് എന്നെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്ര പേര് നിലവിളിച്ചെന്നറിയും വചനാവരെ സ്പർശിച്ചിട്ട്. അതൊക്കെ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അപ്പം അതൊക്കെ എന്നെ ഒരുപാട് എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങയുടെ ശുശ്രൂഷകളൊക്കെ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഇപ്പം ഞാൻ പിന്നീട് എന്നെ പട്ടത്തച്ഛൻ, അച്ഛനെ നന്ദിയോടെ ഞാൻ ഓർക്കുക. ദൈവം തന്ന ഏറ്റവും വലിയൊരു കൃപയെന്ന് പറയുന്നത് പട്ടത്തച്ഛനെയൊക്കെ കണ്ടുമുട്ടാൻ പറ്റി. അച്ഛൻ എന്നെ മോനെ എന്ന് വിളിക്കും. ജെറുസലേം ധ്യാന കേന്ദ്രത്തിൻ്റെ മകനാ എന്ന് എന്നെ വിളിക്കും. ഞാൻ ആദ്യം ചെല്ലുന്ന പട്ടത്തച്ഛൻ്റെ അവിടെ ഞാൻ പ്രേക്ഷിതർക്ക്, അവിടുത്തെ പ്രേക്ഷിതർക്ക് അന്ന് 500-1000 പേരോളം ഉണ്ടെന്ന് അവിടെ പ്രേക്ഷിതർ 2 ബാച്ചായിട്ട് അവർക്ക് റിട്രീറ്റ് ചെയ്ത് കൊടുത്തു. ദൈവം എന്നെ കൂടുതൽ ഈ വളർച്ചാ ക്ലാസ്സുകളിലേക്കാണ് എന്നെ പറഞ്ഞു വിടുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ അവിടെ ക്ലാസ് എടുക്കാൻ പറ്റുന്നത്. അന്ന് ഈ തട്ടിപ്പിതാവായിരുന്നു അവിടെ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ പിതാവ് അന്ന് അച്ഛനാണ്, അച്ഛൻ പിതാവായിട്ട് പോയപ്പോൾ ആ ഒഴിവിലേക്കാണ് കർത്താവ് എന്നെ അവിടെ എത്തിച്ചത്. അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ ഇപ്പോഴും ഞാൻ അവിടെ പോകുന്നുണ്ട്, അവിടെ ടോക്ക്. അതിനുശേഷമാണ് ഞാൻ അസീസി വരുന്നത്. അസീസി വന്നതാണ് ഞാൻ ഇത്രയും പോപ്പുലർ എന്ന് വെച്ചാൽ അറിയപ്പെടാൻ യൂട്യൂബിലൂടെ ഓക്കെ. അത് ഞാൻ വിട്ടതല്ല, ഓരോരുത്തർ അതിനകത്ത് ഒരു സംഭവം, ഒരു 5 മിനിറ്റുള്ള ഒരു ടോക്ക് ആദ്യം അതാ വരുന്നത്. അത് ഒരു 7 ലക്ഷം പേര് കണ്ടു. 7 ലക്ഷം പേര് കണ്ടു. എന്നെ ഒരുപാട് പേര് വിളിച്ചു ആ ടോക്ക് കണ്ടിട്ട്. ഞാൻ വിട്ടതല്ലത്, ആരോ വിട്ടതാ. എന്നെ അതിനകത്ത് ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് ഒരു ബിഷപ്പ് എന്നെ വിളിച്ചു. ഒരു യാക്കോബ സഭയിലാണ്. തിരുമേനി വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, സുനിൽ വളരെ മനോഹരമായിരിക്കുന്നു. എന്നിട്ട് പറഞ്ഞ് അടുത്ത കൺവെൻഷന്, അടുത്തല്ല വരുന്ന കൺവെൻഷന് സുനിലിൻ്റെ ടോക്ക് ഉണ്ടാകണം. ആ ഒറ്റ ക്ലിപ്പ് കണ്ടിട്ട്. ഇനി വേറൊരു സംഭവം, ഞാൻ ശാലോമിൽ എൻ്റെ ഒരു ടോക്ക് അവരെടുത്തായിരുന്നു. അത് ഞാൻ എടുത്തത് എറണാകുളത്ത് പ്രസംഗിച്ചതാണ്. ആ പ്രസംഗം കേട്ടിട്ട് എന്നെ അമേരിക്കയിൽ നിന്ന് ഒരു സ്ത്രീ വിളിച്ചു. അവർ ഭർത്താവും അവരുമായിട്ട് പിരിയാനായിട്ട് ഇരിക്കുമായിരുന്നു. അവരത് പിൻവലിച്ചു. എന്നിട്ട് അവർ പാലായി വന്നു, അസിസി വന്നിട്ട് എന്നെ കണ്ടു, ആ ചെറുപ്പക്കാരി. അവരെന്നോട് പറഞ്ഞു, ആ ടോക്ക് എന്നെ ഒരുപാട് സ്പർശിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും അവർ ഒന്നിച്ചു. അതെന്നെ അന്നാണ് എനിക്ക് മീഡിയ ഇത്രമാത്രം പവർഫുള്ളാന്ന് അറിയുന്നത്. അതിനു മുമ്പ് എനിക്ക് മീഡിയയോട് അത്ര താല്പര്യമില്ലായിരുന്നു. അന്ന് എനിക്ക് മനസ്സിലായി ശരിക്കും. ഞാനിപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനലുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ ആ ടോക്ക് എന്നെ ഒരുപാട് പേര് വിളിച്ചു. എന്നെ അതിനകത്ത് വിളിച്ച ഒരു പ്രിയ എന്ന് പറഞ്ഞൊരു സ്ത്രീ ഓർക്കുന്നു. അവർ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് ജോലി ചെയ്യുന്നതാണ്, സെക്രട്ടേറിയറ്റിലാണ് ജോലി ചെയ്യുന്നതാണ്. അവർ വിളിച്ചിട്ട് അവർ പറഞ്ഞു, അവർ വേറൊന്നുമല്ല, നല്ലൊരു സ്ത്രീ, അവരുടെ ഭർത്താവിന് ജോലി ഇല്ലാതിരിക്കുമോ. അത് സത്യത്തിൽ അവർ ഭയങ്കരമായിട്ട് അതിനെ, ആ ടോക്ക് അവരെ സ്വാധീനിച്ചു. അതോടെ അവരെ പ്രശ്നം മാറിയെന്ന് അവർ പറയുന്നത്. ബ്രദറെ, ഭയങ്കരമായ സന്തോഷം തോന്നുന്നു. കാരണം കഴിഞ്ഞ 2 എപ്പിസോഡുകളിലൂടെ ദൈവം നിങ്ങളെ നടത്തിയ വഴികൾ നമ്മുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. നിശ്ചയമായിട്ടും അങ്ങയുടെ ഈ അനുഭവങ്ങൾ അനേകർക്ക് വലിയ പ്രചോദനമാകും. ഞാൻ ശ്രദ്ധിച്ച ഒരു വലിയ പ്രത്യേകത, ഈ കഴിഞ്ഞ 2 എപ്പിസോഡുകളിലും നിങ്ങൾ ഒരുപാട് വ്യക്തികളെ പരാമർശിക്കുകയുണ്ടായി. ഒരുപാട് വൈദികർ, ഒരുപാട് ആത്മായ ശുശ്രൂഷകർ. വളരെ നന്ദിയോടെ അവർ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത, സ്വാധീനിച്ച നന്മകളെ ഒത്തിരി എടുത്തു പറയുകയുണ്ടായി. ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, അങ്ങൊരിക്കലും വന്ന വഴി മറക്കുന്ന വ്യക്തിയല്ല. പലരും ജീവിതത്തിൽ ഒരു നല്ല ലെവലിലേക്കൊക്കെ എത്തിക്കഴിയുമ്പോൾ പഴയ കാര്യങ്ങളെല്ലാം മറന്നുപോകും. പണ്ട് ജീവിതത്തിൽ സഹായിച്ചവരെയൊക്കെ അവർ പിന്നീട് ഓർക്കത്തുപോലുമില്ല. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അങ്ങ് ആ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒരു 10 പൈസയുടെയെങ്കിലും സഹായം ചെയ്തവരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളെ, അവരെയൊക്കെ വളരെ നന്ദിയോടെ അങ്ങ് അനുസ്മരിക്കുകയും അവരെക്കുറിച്ച് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതൊരു വലിയ മാതൃകയാണ്. വളരെ സന്തോഷം ബ്രദറെ, അങ്ങയുടെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചതിൽ. കർത്താവ് ഇനിയും അങ്ങേ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ കുടുംബജീവിതത്തെയും ശുശ്രൂഷ ജീവിതത്തെയും ഒക്കെ ഈശോ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ചുവരിൽ മറ്റൊരു വ്യക്തിയുമായി നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും കണ്ടുമുട്ടാം. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.